തിരുവനന്തപുരത്ത് ഓടുന്ന വൈദ്യുതി ബസ്സിനെ ചൊല്ലി പുതിയ ഗതാഗത മന്ത്രി ഗണേഷ് കുമാറും പഴയ മന്ത്രി ആന്റണി രാജുവും നടത്തിയ പോര് അറിവുള്ളതാണല്ലോ. പോളിടെക്നിക്കിൽ ഒന്നും പോയി പഠിച്ചില്ലെങ്കിലും രണ്ടുപേർക്കും വണ്ടിപ്പണി നല്ല നിശ്ചയവുമാണ്. നിയമസഭയാണ് മറുപടി പറയാനുള്ള വേദിയായി ആന്റണി രാജു കണ്ടത്. കോൺഗ്രസിലെ വിൻസെന്റിനായിരുന്നു മറുപടി. പക്ഷേ യഥാർത്ഥ മറുപടി ഗണേഷ് കുമാറിനും, അതും മന്ത്രിസഭയിലില്ലാത്ത നേരം നോക്കി. KSRTC ചരിത്രത്തിൽ ആദ്യമായി ഇലക്ട്രിക് ബസ്സുകൾ സ്വന്തമാക്കിയത് ഈ കാലഘട്ടത്തിലായിരുന്നു. അയ്യേ, എന്താ ഇത്? ഇതിന് പറ്റിയ പേര് പോക്കർ തരുന്ന കണിയാനെ പിടിച്ച് തെങ്ങി കയറ്റിയ ഇതുപോലെ ഇരിക്കും. തിരുവനന്തപുരം സിറ്റിയിൽ ഓടുന്ന ബസ്സുകൾ, ഈ ചെറിയ ബസ്സുകൾ ഓടുന്നുണ്ട്. വൈദ്യുതിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഭയങ്കര നഷ്ടമാണത്. എന്റെ ഐഡിയാസ് മുഴുവൻ മഹാവിഡ്ഢിത്തങ്ങളാണെന്ന് ഒരു അന്യ പുരുഷന്റെ മുമ്പിൽ വെച്ച് പറഞ്ഞ പ്രതികരിക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ല ദാസ. പ്രതികരിക്കാൻ നിനക്ക് അവകാശമില്ല. ഞാനെന്താ ആഫ്രിക്കൻ അടിമേ? നിങ്ങളിട്ടാൽ ബർമോഡ, ഞങ്ങളിട്ടാൽ വള്ളിക്കളിസം. എന്താണ് സാർ ഇത്? സാർ, പിണറായി സർക്കാർ ചെയ്യുന്നതെല്ലാം തെറ്റാണെന്ന് വരുത്തി തീർക്കാനാണ് സാർ നിങ്ങൾ ശ്രമിക്കുന്നത്. സാർ, ഈ ബസ് നഷ്ടമാണെന്ന് പ്രതിപക്ഷം പറഞ്ഞല്ലോ ഇന്നലെ. വിൻസെന്റോടാ പറയണത്, വിൻസെന്റോടാ പറയണത്. സാർ, ആരോട് ചോദിച്ചിട്ട് പഠിച്ചിട്ടാണ് നിങ്ങൾ ചോദിച്ചല്ലോ. സാർ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് 2016 പഠിച്ച റിപ്പോർട്ടിൽ എന്താ പറയുന്നത്? ഇലക്ട്രിക് ബസ്സസ് ഗ്യാരണ്ടി 20% മോർ റവന്യൂ ആൻഡ് 82% മോർ പ്രോഫിറ്റ് ദാൻ ഡീസൽ ബസ്സസ് എന്നാ പറഞ്ഞത്. വിൻസെന്റോടാ പറയണത്. സാർ, ബസ്സിന് എത്ര കാലം ആയുസുണ്ടെന്ന് അവർ ചോദിച്ചല്ലോ സാർ. കാരണം അതിനകത്ത് ഇലക്ട്രിക് ബസ് എന്നുള്ള ആശയം മുഖ്യമന്ത്രി പറഞ്ഞ പരിസ്ഥിതി മലിനീകരണമില്ല, നമുക്ക് ലാഭമാണെന്ന് നമ്മൾ കരുതിയെങ്കിലും അതിന്റെ ഡ്യൂറബിലിറ്റിയെ പറ്റി നിങ്ങൾക്ക് വല്ല ഉറപ്പുണ്ടോ? വിൻസെന്റോടാ പറയണത്. സാർ, ബസ്സിനെ കുറിച്ച് ക്രസിൽ പഠിച്ചു കൊടുത്ത റിപ്പോർട്ട് എന്താണ്? സാർ, ഈ ബസ്സസ് ലൈഫ് 15 years സ്പാൻ. 6 to 7 years വർഷമാകുമ്പോൾ ബ്രേക്ക് ഈവൻ ആവുന്നതാണ് പറയുന്നത്. സാർ, സാർ, ഇത് വസ്തുതകളൊന്നും പഠിക്കാതെ, കാര്യങ്ങൾ പഠിക്കാതെ, മനസ്സിലാക്കാതെ അന്ധരാനെ കണ്ടതുപോലെയാണ് സാർ പ്രതിപക്ഷം വായിൽ തോന്നുന്നതെല്ലാം കോതയ്ക്ക് പാട്ടുന്നതുപോലെ സാർ പറയാണ് സാർ. വിൻസെന്റോടാ പറയണത്. നമ്മളെ മുൻമന്ത്രി പിന്നെ ആന്റണി രാജു പറയണത് അത് ഇങ്ങട്ടല്ല, അത് ഗണേശനാണ്. ഗണേശ് അവിടെ ഇല്ലാത്തത് നിങ്ങളെ ഭാഗ്യം, വേറൊന്നും ഞാൻ പറയില്ല. അത് പിള്ളന്റെ വാന, അത് അതിനനുസരിച്ചുള്ള മറുപടി അവിടുന്ന് വന്നോളൂ. വിൻസെന്റോടാ പറയണത്.